ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ക്രിസ്മസ് ദിനം, ഉണ്ണീശോയുടെ പിറവി ആഘോഷിക്കുന്ന പുണ്യദിനം. എല്ലാവർക്കും ഫീദസ് ചാനലിൻ്റെ ക്രിസ്തുമസ് ആശംസകൾ. കേട്ടുമറന്ന ഒരു കഥ മനസ്സിലേക്ക് വരികയാണ്. വളരെ സുന്ദരമായ ഒരു ഗ്രാമം. അവിടെ ഒരു പാവപ്പെട്ട ഒരു ബാലൻ, അവൻ ക്രിസ്തുമസ് ഒരുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ ഒരുക്കങ്ങളും നടത്തുകയാണ്. അതിനുവേണ്ടി ഒരു വസ്തു മേടിക്കുവാൻ അവൻ മാർക്കറ്റിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് അവൻ കടക്കാരനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഒരു സാധനം വേണം, വേറൊന്നുമല്ല, ഒരു മുഖംമൂടി. കടക്കാരൻ അവിടെയുള്ള എല്ലാ മുഖംമൂടികളും അവൻ്റെ മുന്നിലേക്ക് നിരത്തി. കടുവയുടേതുണ്ട്, സിംഹത്തിൻ്റെതുണ്ട്, കരടിയുടെ ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ആധുനിക തലമുറയിൽപ്പെട്ട പിള്ളേർക്കറിയാന്നുള്ള കുറേ കാർട്ടൂൺ ക്യാരക്ടേഴ്സ്, അവരുടെയും മുഖംമൂടികൾ അവൻ്റെ മുന്നിലേക്ക് നിരത്തി വെച്ചു. അവൻ പറഞ്ഞു, ഇതൊന്നുമല്ല, പിന്നെ എന്താണ് വേണ്ടത്? ക്രിസ്മസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മുഖംമൂടി എനിക്ക് വേണം. അങ്ങനെ ആ കടക്കാരൻ ഒരു പപ്പാനിയുടെ മുഖംമൂടി അവൻ്റെ മുന്നിലേക്ക് വെച്ചു. അവൻ പറഞ്ഞു, ഇതുമല്ല. അവസാനം ചെറിയ ദേഷ്യം തോന്നിയ ആ കടക്കാരൻ ആ ബാലനോട് ചോദിച്ചു, നിനക്കെന്താണ് വേണ്ടത്? നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അത് പറയൂ. അങ്ങനെ ആ ബാലൻ ആ കടക്കാരനോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഉണ്ണി ഈശോയുടെ മുഖംമൂടി വേണം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലൊരു ചിന്തയുണ്ടാകും, നമ്മൾ ഒരിടത്ത് പോലും ഉണ്ണീശോയുടെ മുഖംമൂടി കണ്ടിട്ടില്ല. ക്രിസ്തുമസ് എന്ന് പറയുന്നത് ഉണ്ണീശോയുടെ പിറവി ആഘോഷമെങ്കിൽ, എന്നാൽ ഈ ഉണ്ണീശോയുടെ മുഖംമൂടി നമുക്ക് ഒരിടത്തും കിട്ടുകയില്ല. പ്രിയമുള്ളവരെ, ഈ കഥയിൽ പറഞ്ഞും പറയാതെ വെക്കുന്ന ഒരു സംഭവമുണ്ട്. മറ്റുള്ളവർ നമ്മെ ദർശിക്കുമ്പോൾ നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടാത്ത ഉണ്ണീശോയുടെ മുഖം പകർന്നു കൊടുക്കുവാൻ സാധിക്കണം. അതിനുള്ള വലിയൊരു കൃപ ഈ ക്രിസ്തുമസ് നാളുകളിൽ നമുക്കുണ്ടാകട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. മറ്റുള്ളവർ നമ്മെ ദർശിക്കുമ്പോൾ ഉണ്ണീശോയുടെ മുഖംമൂടി ധരിച്ചവരാണ് എന്ന് അവർക്ക് തോന്നുവാൻ ഉള്ള ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി ഈ ക്രിസ്തുമസ് നാളിൽ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുമസിൻ്റെ എല്ലാവിധ ആശംസകളും. ആമേൻ.